ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു കണ്ടൻസർ മൈക്ക് പ്രീ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതോടൊപ്പം തന്നെ ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഭാഗങ്ങളും ഒന്നും പരിശോധിക്കാം. ഇത് ക്ലാസ് എ ആംപ്ലിഫയർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് സെൽഫ് ബയാസ് അല്ലെങ്കിൽ കളക്ടർ ഫീഡ്ബാക്ക് ബയാസ് സർക്യൂട്ട് എന്നാണ് ഇത് പൊതുവിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ റെസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്കിന് ആവശ്യമായിട്ടുള്ള പോസിറ്റീവ് സപ്ലൈ കൊടുത്തേക്കും. അപ്പോൾ അതാണ് ഇത് സംഭവം. ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ കണ്ടൻസർ മൈക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഔട്ട്പുട്ട്, ഈ കപ്പാസിറ്റർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇത്രയും സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് ബേസിക് കൊടുക്കുന്ന ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കണക്കാക്കാനായിട്ട് ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് അറിയണം. അതായത് പിന്നെ അതായത് എ സിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ എ സി സിഗ്നലാണല്ലോ നമ്മൾ പ്രാവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ എ സിയിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ വരുന്ന പ്രതിരോധത്തെ, മൊത്തത്തിലുള്ള റെസിസ്റ്ററും മറ്റുള്ളതാണല്ലോ ഉപയോഗിച്ചിട്ടുള്ള പ്രതിരോധത്തെയാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഈ പ്രതിരോധം കൂടെ കണക്ക് കൂട്ടിയാണ് ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ കപ്പാസിറ്റർ ഒരു ഹൈ പാസ് ഫിൽട്ടറായിട്ട് വർക്ക് ചെയ്യും ഈ സർക്യൂട്ടിൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഹൈ പാസ് ഫിൽട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 10 UFലോട്ടൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലോ ഫ്രീക്വൻസി സൈഡ്, നമ്മുടെ ലോ ഫ്രീക്വൻസി ആയിരിക്കും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് അവിടെ തൊട്ട് പോകും. അപ്പോൾ ഇച്ചിരൂടെ നമ്മളിപ്പം 1 UFലോട്ട് വരുമ്പോഴത്തേക്കും ലോ ഫ്രീക്വൻസി കുറയും. അതാണ് അതിൻ്റെ കണക്ക്. കേൾക്കാൻ പറ്റുന്ന ശബ്ദതരംഗം എന്ന് പറയുന്നത് 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ്. അപ്പം ഈ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് 20 എന്നുള്ളത് ചിലപ്പോൾ 50 ആക്കാം, 60 ആക്കാം, 100 ആക്കാം. അപ്പോൾ ഈ കപ്പാസിറ്റി വ്യത്യാസം വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അതും ഒരു ഹൈ പാസ് ഫിൽറ്റർ. ഇതും ഈ കാണുന്ന എമിറ്റർ കൊടുത്തേക്കുന്നതും ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ ഇതിപോലെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. വേരിയബിൾ ഇട്ട് കൊടുത്തത് ഇത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കപ്പാസിറ്റർ ഇല്ലാത്ത സമയത്താണ് ഇത് കൊടുക്കുമ്പോഴാണ് ഈ ഗെയിൻ അഡ്ജസ്റ്റ് ആകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ, ഞാനിത് കപ്പാസിറ്റർ അഡീഷണൽ ആയിട്ട് കൊടുത്താണെന്നും പറയാൻ വേണ്ടിയിട്ട്, ഇട്ട് കഴിഞ്ഞാൽ ഇത് എ സി വരുമ്പോഴത്തേക്കും ഈ സാധനം ഇല്ല, നേരിട്ട് ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്ന എ സിയിൽ കപ്പാസിറ്റർ വഴി. അപ്പോൾ ഗെയിൻ കൂടും. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നിർമ്മാണ പ്രവർത്തിയിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ കമ്പോണൻറ്റുകളെ ഓരോന്നായിട്ട് പിടിപ്പിക്കാം. ആദ്യം നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ഒന്ന് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ അത് ഈ വശത്ത്, അത് ഇടതുവശത്ത് കാണുന്നത് കളക്ടർ, പിന്നെ ബേസ്, വലത് സൈഡിൽ എമിറ്റർ, അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് പിടിപ്പിക്കാം. ട്രാൻസിസ്റ്റർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എമിറ്ററിൽ നിന്ന് ഒരു റെസിസ്റ്റർ നമുക്ക് ഇട്ട് കൊടുക്കണം. അത് 200 ohms ആണ്. ആ വേരിയബിൾ വേണ്ട, നമുക്ക് അല്ലാതുള്ള റെസിസ്റ്റർ കൊടുത്താൽ മതിയാവും. എമിറ്ററിൽ നിന്നുള്ള റെസിസ്റ്റർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബേസിൽ നിന്ന് നമുക്കൊരു 100K റെസിസ്റ്റർ കളക്ടറിലോട്ട് കൊടുക്കണം. അപ്പോൾ 100K റെസിസ്റ്റർ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യണം. കളക്ടറിൽ നിന്ന് ബേസിലേക്കുള്ളത് അത് സോൾഡറിങ് ആയിട്ടുണ്ട്. നമുക്ക് ആ 1 UFൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അപ്പോൾ ബേസിലോട്ട് നെഗറ്റീവ്, കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് വശം വരത്തക്ക വിധത്തിൽ സോൾഡർ ചെയ്യണം. ഓക്കെ, ആ പോസിറ്റീവ് വശം നമ്മൾ റെസിസ്റ്റർ, പവർ സപ്ലൈ എന്ന് വരുന്ന റെസിസ്റ്ററും വരുന്ന വിധത്തിൽ, അതായത് കണ്ടൻസർ മൈക്കിൻ്റെ ഇൻപുട്ട്. ഓക്കെ, സോൾഡറിങ് ആയിട്ടുണ്ട് കപ്പാസിറ്റർ. നിങ്ങൾ ആവശ്യത്തിന് അത് നീളമൊക്കെ കുറച്ചൊക്കെ സോൾഡറിങ് ചെയ്യാം. ആ കപ്പാസിറ്ററിൻ്റെ ഏറ്റവും നീളം കുറച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇൻപുട്ടിലൂടെ കടന്നു പോകുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം വരുത്താം. നമുക്ക് കളക്ടറിൽ നിന്നുള്ള റെസിസ്റ്റർ കൊടുക്കാം. അത് 1K ആണ്, പോസിറ്റീവിലോട്ട് കൊടുക്കണം. റെസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് ഒരു കപ്പാസിറ്റർ സോൾഡർ ചെയ്യണം. കളക്ടറിൽ പോസിറ്റീവും നെഗറ്റീവും ഔട്ട്പുട്ടും വരുന്ന വിധത്തിൽ നമ്മൾ സോൾഡർ ചെയ്യുക. അത് 10 UFൻ്റെ കപ്പാസിറ്ററാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം സോൾഡറിങ് എല്ലാം ആയി. അതിൻ്റെ നമുക്ക് എമിറ്ററിൽ നിന്ന് ഒരു കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യണം. അത് ഞാനൊരു 10 UF ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു 100 UFൻ്റെ ഒരു കപ്പാസിറ്റർ
നെഗറ്റീവിനും പോസിറ്റീവുകൾക്ക് കൊടുക്കണം. ഞാൻ അതിനകത്ത് വരച്ചിട്ടില്ല, പിന്നീട് ഞാൻ വരച്ച് ചേർക്കാം. അത് കൊടുക്കുക. അത് റിസർവെയർ കപ്പാസിറ്റർ എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. അതും കൊടുക്കുക. കണ്ടൻസർ മൈക്കിലോട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2.2K ഒരു റെസിസ്റ്റർ കപ്പാസിറ്ററിൽ നിന്ന് ബേസിൽ നിന്ന് കൊടുത്ത കപ്പാസിറ്ററിൽ നിന്ന് പോസിറ്റീവിലോട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ചെയ്ത സമയത്ത് ഒരു വയറിട്ട് ജമ്പർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ സോൾഡർ ചെയ്ത ശേഷം ഒരു വയറിട്ട് ജമ്പർ ചെയ്ത് കൊടുക്കണം. പ്രീ ആംപ്ലിഫയർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു കണ്ടൻസർ മൈക്രോഫോണാണ്. അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹലോ ടെസ്റ്റ് മോഡ്. ഹലോ ടെസ്റ്റ് മോഡ് 1 2 3 4 ഹലോ. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് ഫ്രീ തന്നെ, കാരണം ക്ലിപ്പിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹലോ ടെസ്റ്റ് മോഡ്. ബേസിക് കൊടുക്കുന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറ്റി ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്താം. നമ്മുടെ മൈക്ക് പ്രീ ആംപ്ലിഫയർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന്, കമ്പോണൻറ്റുകളുടെ വാല്യൂ കണ്ടെത്താമെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്.